ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഒരു കിടിലൻ സമയമാണ് അല്ലേ? ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഏകദേശം 400 കോടി സിനിമകളല്ലേ ഉണ്ടായിരുന്നത്. അതായത് പുലിമുരുകൻ, ലൂസിഫർ, 2018, പിന്നെ നേര്. ഈ കൊല്ലം ഇപ്പോൾ പകുതി ആകുമ്പോഴേക്കും ഒരു 4 കൂടി ആവും എന്നാണ് തോന്നണേ. 3 ഓൾറെഡി ആയിക്കഴിഞ്ഞു. മഞ്ഞുമൽ ബോയ്സ് 200 അടിച്ചു, പ്രേമലുണ്ട്, ആടുജീവിതം 150 ആവേശം ഇപ്പോൾ 100 എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു 4 കൂടി ഈ കൊല്ലത്തോടു കൂടി മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കിടിലായിട്ടുള്ളൊരു സമയത്തിൽ കൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത്. നമ്മുടെ ഇൻഡസ്ട്രിക്ക് കൂടുതൽ പണം ഇറക്കി നല്ല വലിയ സ്കോപ്പുള്ള സിനിമകൾ ചെയ്ത് അത് തിരിച്ചു പിടിക്കാൻ പാകത്തിലൊരു മാർക്കറ്റ് ഇങ്ങനെ ഇവോൾവ് ആയി വരുന്നുണ്ട്. വേറെ സംസ്ഥാനത്തിലെ ഓഡിയൻസ് നമ്മുടെ സിനിമ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ടൈം. പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബോക്സ് ഓഫീസ് കളക്ഷൻസ് വെച്ചിട്ട് ഫാൻ വാറുകൾ ഓൺലൈനിൽ നടക്കുന്നുണ്ട്. ഫാൻ വാറുകൾ ആക്ച്വലി നല്ല രസമുള്ള പരിപാടിയാണ്. നല്ല രസമാണ് അത് വായിക്കാനും കാണാനൊക്കെ. ഞാൻ ഫാൻ വാറിൽ അങ്ങനെ പങ്കെടുത്തിട്ടൊന്നുമില്ല. ഞാനൊരു പ്രത്യേക സെറ്റ് ഓഫ് നടന്മാരുടെ ഫാനായിട്ട് ബാക്കിയുള്ള നടന്മാരുടെ ചെളി വാരി അറിയുന്ന ഒരു പരിപാടിയിൽ ഞാൻ ഇല്ല. പക്ഷെ അതിൽ ഫണ്ണുള്ള ആൾക്കാരുണ്ട്, അത് ചെയ്യണതിൽ തെറ്റുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ആക്ച്വലി എനിക്ക് കോമഡി ആയിട്ട് തോന്നാറുണ്ട്. കാരണം ബോക്സ് ഓഫീസ് കളക്ഷനെ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയണത്. അത് പ്രശ്നമില്ല കേട്ടോ. ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ചിട്ട് അങ്ങോട്ടും ട്രോൾ ചെയ്യാനൊക്കെ രസം തന്നെ. പക്ഷെ ഒരു ആക്ടറുടെ റേഞ്ച് ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ചാണ് ഇവർ അളക്കണത്. ചില ഫാൻ വാർസ് കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ കോമഡി തോന്നും. ഈ മോഹൻലാലിനെയും മമ്മൂട്ടിനെയൊക്കെ അവരുടെ സിനിമയുടെ ഓപ്പണിംഗ് ഡേ കളക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ ഗ്രോസ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്ത് ഒന്നിനും കൊള്ളില്ലാത്തവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാപിക്കുന്ന ആ ഒരു ടോക്സിക് ഫാൻ വാർ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഒരേ സമയം കോമഡിയാണ്, ഒരേ സമയം അരോചകമാണ്. നിങ്ങൾ ആലോചിക്ക്, മമ്മൂട്ടിക്ക് ഇപ്പോൾ ഇതുവരെ ഒരു 100 കോടി സിനിമ ഇല്ല. അത് ശരിയാണ് എന്ന് വെച്ചാൽ അതാണോ മൂപ്പരെ അളക്കേണ്ട ഒരു മാനദണ്ഡം? കഴിഞ്ഞ 4 കൊല്ലത്തിനിടയ്ക്ക് മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ വരും കാലങ്ങളിൽ മൊത്തം ചർച്ചയാവാൻ സാധ്യതയുള്ള സിനിമകളാണ്. അത് ബാക്കിയുള്ള എൻ്റർടൈനിങ് സിനിമകളെ പോലെ ബോക്സ് ഓഫീസിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചില്ല എന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ചിട്ട് മമ്മൂട്ടി ഒന്നിനും കൊള്ളില്ലാത്ത ഒരാളെന്നുള്ള രീതിയിലാണ് ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്നത്. അതുപോലെ നേര് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ കൊല്ലം 100 കോടി അടിച്ചു മോഹൻലാലിൻ്റെ. അത് 100 കോടി അടിച്ചപ്പോൾ എല്ലാവരും പറയണം മോഹൻലാൽ ഈസ് ബാക്ക് എന്ന്. അതിന് മോഹൻലാൽ എവിടേക്കാണ് പോയത്? മൂപ്പരുടെ സ്ക്രിപ്റ്റ് സെലക്ഷനിലൊക്കെ കുറച്ച് പാളിച്ചകൾ ഉണ്ടായിരുന്നു. ആളുടെ സിനിമകൾ ഒരു ജനറൽ ഓഡിയൻസിന് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്ര നല്ല സിനിമകളായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് വർക്കായില്ല. പക്ഷെ മൂപ്പര് ഫീൽഡ് ഔട്ടായിട്ട് തിരിച്ചു വന്ന പോലെയാണ് പലരുടെയും വർത്താനം അതിൽ കണ്ടത്. എന്തുവാടേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എങ്ങനെയാണ് ഫീൽഡ് ഔട്ട് ആവുക? അവരുടെ സ്റ്റാർഡത്തിന് അടിക്കാൻ പറ്റിയ ഒരു നടന്മാരും പുതിയ ജനറേഷനിൽ പോലും വളർന്നു വന്നിട്ടില്ല. ഇനി എപ്പോഴാണോ ഇപ്പോഴുള്ള യൂത്തന്മാരൊക്കെ ആ ലെവലിലേക്ക് എത്തണത്? ഇപ്പോഴുള്ള യൂത്തന്മാർക്കൊക്കെ ഇപ്പോൾ DQ ആയാലും ഫഹദായാലും അതുപോലെ പൃഥ്വിരാജൊക്കെ ആയാലും 40ലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ വൺ സ്റ്റുപ്പിഡിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫാൻ വാർ കളക്ഷനെ ബേസ് ചെയ്ത് മാത്രം പറയുമ്പോൾ. ആക്ച്വലി ബോക്സ് ഓഫീസ് ഒരു ആക്ടർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അയാളെ വെച്ച് ഒരു പ്രൊഡ്യൂസർക്ക് സിനിമ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം. അതിന് അങ്ങേരുടെ സിനിമകൾ ബോക്സ് ഓഫീസിൽ നല്ല പെർഫോമൻസുകൾ വരണം എന്നുള്ള കാര്യം സത്യം തന്നെ, അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അതാണ് ഒരു ആക്ടറുടെ മെറിറ്റ് എന്നുള്ള രീതിയിലേക്ക് സംഭാഷണങ്ങൾ പോകുമ്പോഴാണ് അതൊരു അരോചകമായിട്ട് തോന്നുന്നത്. ഞാൻ ഒരു ഫാൻ വാറിലും ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഒരു ആക്ടറുടെ അഭിനയത്തെ പറ്റി, മൂപ്പര് സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളെ പറ്റി, ആളുടെ ഒരു ആക്ടിങ് റേഞ്ചിനെ പറ്റി, ആളുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാൻ വാർ കണ്ടത്. എല്ലാം ഈ കളക്ഷനെ വെച്ചാണ്. ഓപ്പണിംഗ് ഡേ, മറ്റേ GCC ഗ്രോസ്, വേൾഡ് വൈഡ് ഗ്രോസ്, റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗ്രോസ്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അടി. ഇപ്പോൾ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ കൊല്ലം ഇറങ്ങി. വരും കാലങ്ങളിൽ നല്ല രീതിയിൽ ചർച്ചയാവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അത് ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. എന്ന് വെച്ചാൽ അതൊരു പൊട്ട സിനിമയാവുമോ? അതിൽ മമ്മൂട്ടിയുടെ അഭിനയം ഒരു പൊട്ട അഭിനയമാവുമോ? ജോജു ജോർജ് അഭിനയിച്ച ഇരട്ട എന്ന് പറഞ്ഞ സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. പക്ഷേ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ നല്ല രീതിയിൽ ചർച്ചയായ ഒരു സിനിമയാണ് സിനി ഫൈൽസിൻ്റെ ഇടയിൽ. അപ്പോൾ അതും ഇതുപോലെ ടോക്ക് ഓഫ് ദ ടൗൺ ആകുന്ന ഒരു സിനിമയാണ്. അത് മോശം സിനിമയാണോ? അതിൻ്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് വളരെ മോശമാണ്. ബോക്സ് ഓഫീസ് കളക്ഷൻ കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു വൈഡർ ഓഡിയൻസിന്, ജനറൽ ഓഡിയൻസിന് ആ സിനിമ കണക്റ്റായി, അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ആ സിനിമയിലുണ്ട്, അവർക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന എന്തോ ആ സിനിമയിലുണ്ട്. അത്രേ ആ ബോക്സ് ഓഫീസ് കളക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഒരിക്കലും സിനിമയുടെ ക്വാളിറ്റി ആയിട്ട് യാതൊരു ബന്ധമില്ല. ഒരു മലയാള സിനിമ 100 കോടി അടിച്ചെന്ന് പറഞ്ഞാൽ സന്തോഷമാണ്.
പക്ഷേ ആ സിനിമ എന്നെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു, അതിലത്തെ നടൻ്റെ ആക്ടിങ് എന്നെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു, സിനിമ നമ്മൾക്ക് എന്ത് തന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള കാര്യം. കളക്ഷനൊക്കെ സെക്കൻഡറി അല്ലേ. ഇപ്പോൾ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയാണ് മലയാള സിനിമയിലെ ആദ്യത്തെ 100 കോടി. ആ സിനിമ എനിക്ക് വർക്കാവാത്ത സിനിമയാണ്. എന്ന് വെച്ചാൽ ആ സിനിമ 100 കോടി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. കാരണം മലയാളത്തിന് അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് വരണമല്ലോ. അതങ്ങനെയല്ല കാണേണ്ടത്. ഈ ഫാൻ വാറുകാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ അക്കൗണ്ട് കാണുമ്പോൾ ഒന്നുകിൽ മ്യൂട്ട് ചെയ്യും, ആ കോൺവെർസേഷൻ മ്യൂട്ട് ചെയ്യും. വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ആ അക്കൗണ്ട് മ്യൂട്ട് ചെയ്യും. എന്നാലും അത്രയും നല്ല ടാലൻസ് ഉള്ള നല്ല കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ വരുന്ന മലയാള സിനിമയിൽ കളക്ഷൻ വെച്ച് മാത്രം ആക്ടേഴ്സിൻ്റെ മെറിറ്റ് തീരുമാനിക്കുന്ന ഫാൻ വാറുകളൊക്കെ ഒന്നുകൂടി പുനഃപരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചുമ്മാ പറയണമെന്ന് തോന്നി പറഞ്ഞു. കാണാം.